നമസ്കാരം. മൂന്നാം തവണയും എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് CPM. ഇതിൻ്റെ ഭാഗമായി സീറ്റ് വിഭജന ചർച്ചകൾ തന്നെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെ, അതായത് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വളരാൻ സാധ്യതയുള്ള നേതാക്കളെ വെട്ടിനിരപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ CPMൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ MV രാഘവൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടു പോകേണ്ടി വന്നത്. അതിൻ്റെ പുതിയ പതിപ്പായിട്ടാണ് ഇപ്പോൾ കണ്ടു നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. കേരളത്തിൽ ഒരുപക്ഷെ നേരത്തെ നടത്തിയ പല സർവേകളിലുമൊക്കെ മുഖ്യമന്ത്രിയാവാൻ പിണറായി വിജയൻ കഴിഞ്ഞാൽ CPMൽ അടുത്ത യോഗ്യയായ ആളാരെന്ന ചോദ്യത്തിന് ഉണ്ടായിരുന്ന മറുപടി KK ശൈലജ ടീച്ചർ എന്ന് തന്നെയായിരുന്നു. ശൈലജ ടീച്ചർ കോവിഡ് കാലത്ത് ടീച്ചറമ്മ എന്ന ഒരു ഓമന പേരൊക്കെ ഇട്ട് CPM സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം അവരെ പുറത്തിറക്കിയപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മനസ്സിലായി ഇവരിങ്ങനെ വളർന്നു പോകുകയാണെങ്കിൽ ഒരു കാലത്ത് തനിക്കത് ഭീഷണിയാവുമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മുഖ്യമന്ത്രി തന്നെ പിന്നീട് നേരിട്ട് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്താൻ തുടങ്ങി. സാധാരണ ഇതിൽ ആരോഗ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനം അന്ന് മുഖ്യമന്ത്രി നടത്തിയിരുന്നു. പിന്നീട് രണ്ടാം തവണയും പിണറായി മന്ത്രിസഭ വന്നപ്പോൾ KK ശൈലജ ഏതെങ്കിലും നല്ലൊരു വകുപ്പിൻ്റെ മന്ത്രിയാകുമെന്നാണ് കരുതിയെങ്കിലും മന്ത്രിയെ ആക്കിയില്ല. പിന്നീട് വടകര തോൽക്കാൻ എല്ലാ സാധ്യതയുള്ള സീറ്റിൽ നിർത്തി പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്ത അനുസരിച്ച് അവരുടെ മണ്ഡലമായ മട്ടന്നൂരിൽ ഇക്കുറി KK ശൈലജയ്ക്ക് സീറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. മട്ടന്നൂർ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ താൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ശൈലജ ടീച്ചർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ശൈലജ ടീച്ചറിനെ പേരാവൂരിൽ നിർത്തി മത്സരിപ്പിക്കാൻ പാർട്ടി ലക്ഷ്യമിടുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം പേരാവൂർ എന്ന് പറയുന്നത് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ്. എല്ലാ കാലത്തും UDFനെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഈ സീറ്റിൽ കൊണ്ട് നിർത്തി വീണ്ടും ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്താനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷെ CPM നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ശൈലജ ടീച്ചർ 5 ടേം MLA ആയി എന്നുള്ളത് കൊണ്ട് ഇനി മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതേസമയം എത്രയോ MLAമാർക്ക് യാതൊരു തരത്തിലുമുള്ള ഈ ടേം പരിധി ബാധിക്കാതെ തന്നെ സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇക്കുറി കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. CPM സംസ്ഥാന സെക്രട്ടറി ആയ സ്ഥിതിക്ക് MV ഗോവിന്ദൻ ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കില്ല. പകരം തളിപ്പറമ്പ് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് ചോദ്യത്തിന് ഒരുപക്ഷെ അതിൻ്റെ ഭാര്യ PK ശ്യാമള മത്സരിച്ചേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭരണം കിട്ടിയാൽ മന്ത്രിയാകാനും പറ്റും. അതല്ലെങ്കിൽ N സുകന്യ ഉൾപ്പെടെയുള്ളവരെ, അതായത് ഒരു കാലത്തെ SFIയുടെ വലിയ തിളക്കമുള്ള താരമായിരുന്ന N സുകന്യ, നേരത്തെ അവർ കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. മുൻ MLAയും CPM നേതാവൊക്കെയായ ജെയിംസ് നെത്തിൻ്റെ സഹധർമ്മിണിയാണ്. സുകന്യ ഇക്കുറി പരിഗണിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എങ്കിലും MV ഗോവിന്ദ മാസ്റ്റർക്ക് അതിൽ താല്പര്യമില്ല എന്നാണ് പറയപ്പെടുന്നത്. നികേഷ് കുമാറിനെ അവിടെ രംഗത്തിറക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതേസമയം MV നികേഷ് കുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കണ്ണൂരിലെ വലിയൊരു ഭാഗം നേതാക്കളെ എതിർക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്ക് കടക്കുമ്പോഴുമൊക്കെ തന്നെ ഇതേ നയം തന്നെയാണ് അവർ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. കോട്ടയം സീറ്റിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ ആരാണ് മത്സരിക്കുക എന്ന ചോദ്യത്തിന് ഒടുവിൽ ഇപ്പോൾ CPM ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത് സുരേഷ് കുറുപ്പിനെ നിർത്താനാണെന്നാണ് പറയപ്പെടുന്നത്. സുരേഷ് കുറുപ്പ് CPMൻ്റെ ഏറ്റവും ജനകീയനായ നേതാക്കളിൽ ഒരാളായിരുന്നു. പലതവണ MPയും ഏറ്റുമാനൂർ MLA ഒക്കെ ആയിരുന്നു. പക്ഷേ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഏറ്റവും പ്രമുഖനായ സുരേഷ് കുറുപ്പിനെ മന്ത്രിയാക്കിയില്ലെങ്കിലും സ്പീക്കറെങ്കിലും ആക്കുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും അതുപോലും ചെയ്തില്ല. പാർട്ടിയിൽ നിരന്തരമായി അദ്ദേഹം ഒതുക്കപ്പെടുകയായിരുന്നു. പിന്നീട് സുരേഷ് കുറുപ്പ് ഏതാണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് പിൻവാങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു വമ്പൻ നേതാവിനെ നേരിടണമെങ്കിൽ അത് കഴിഞ്ഞ മത്സരിച്ച് അനിൽകുമാറിനെ പോലെയുള്ളവരൊന്നും കൊണ്ട് കഴിയുകയില്ല എന്നും സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരു പ്രമുഖരെ ഇറക്കണമെന്നുള്ള ചിന്ത പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1984 രാജ്യമൊട്ടാകെ ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ചപ്പോഴും കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച നേതാവ് കൂടിയായിരുന്നു സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന് ഇപ്പോഴും കോട്ടയം ജില്ലയുടെ കോട്ടയം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ അവരിതിനായി പ്രേരിപ്പിക്കുന്നത്. പക്ഷേ സുരേഷ് കുറുപ്പിന് സമ്മതം മൂളിയിട്ടുണ്ടോ എന്നറിയില്ല. കൂടാതെ പിണറായിക്ക് അദ്ദേഹം അനഭിമതനാണോ എന്നുള്ള സംശയവും വരുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അധികാരം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ നിൽക്കുമ്പോൾ ആരെയായാലും നിർത്തി പരമാവധി വിജയിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും CPM നടത്തുക എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഏകപക്ഷീയമായി അങ്ങ് ജയിച്ച് കയറിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ CPM നേതാക്കളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്നായി പോരാടിയാൽ മാത്രമേ ഭരണം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ഉചിതരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ഭാരമേറിയ ജോലി തന്നെയാണ്. പക്ഷേ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയായി മാറാൻ സാധ്യതയുള്ളൂ, അത് തങ്ങളുടെ തലയ്ക്ക് മേൽ വളരാൻ സാധ്യതയുള്ളവരെ വെട്ടിനിരപ്പാക്കുക എന്നുള്ള CPMൽ പണ്ടുമുതലേ തുടരുന്ന ആ രീതി തന്നെയായിരിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ പാർട്ടി നേതാക്കന്മാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നാണ് പറയപ്പെടുന്നത്. ഓരോ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് പലരുടെയും പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും ആ ജില്ലാ നേതൃത്വത്തിന് അനഭിമതരായ അതേസമയം യോഗ്യരായ നിരവധി നേതാക്കന്മാരുള്ളവരൊക്കെ തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് തന്നെയാണ് ഇവർ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. കണ്ണൂരിലെ 3 ജയരാജന്മാരെയും
ഒഴിവാക്കി അവർക്ക് 3 പേർക്കും സീറ്റ് നൽകാതിരിക്കുക എന്നുള്ള ഒരു പുതിയ തന്ത്രം. കാരണം ഇവർ ആര് ജയിച്ചു വന്നാലും ഇവരെ മന്ത്രിയാക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അധികാരം കിട്ടിയാൽ. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്താൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കണ്ണൂരിൽ അവർക്ക് നേടേണ്ടതുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ അഴിമതി ആരോപണം ഉന്നയിച്ച ടി ഐ മധുസൂദനൻ MLA തന്നെ വീണ്ടും പയ്യന്നൂർ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ള കാര്യവും ചർച്ചാ വിഷയമാണ്. ഏതായാലും കണ്ണൂർ രാഷ്ട്രീയവും ഇപ്പോൾ കലങ്ങി മറിയുകയാണ്. ഒരു കാലത്ത് പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതേപടി നടപ്പിലാക്കുന്ന ഒരു ജില്ലയായിരുന്നു കണ്ണൂരെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ നേടിയ അഭൂതപൂർവമായ ഭൂരിപക്ഷവും CPM നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ ലീഡ് ചെയ്തു എന്നുള്ളത് പാർട്ടി അമ്പരപ്പോടെയാണ് അന്ന് നോക്കിക്കണ്ടത്. ഏതായാലും ടീച്ചർ അമ്മയെ ഒതുക്കുക എന്നുള്ള പിണറായിയുടെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെയൊക്കെ തന്നെ ആഗ്രഹം സാധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം കേരളത്തിൽ CPMൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടി നേതൃത്വമല്ല പിണറായി വിജയൻ തന്നെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനേ സാധ്യതയും കാണുന്നുള്ളൂ.